സിനിമ എന്ന് പറയുന്നത് പലർക്കും ഭയങ്കര വലിയൊരു സ്വപ്നമാണ്. അങ്ങനെ സിനിമയെ സ്നേഹിച്ച ഒരു ഡോക്ടറാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, കൊച്ചിയിലേക്ക് വരുമ്പം സിനിമയിൽ യൂണിറ്റിൽ ഒരു ചായ കൊടുക്കുന്ന ആളെ പോലും എനിക്ക് പരിചയമില്ല, സത്യമായിട്ടില്ല. സിനിമ തിയേറ്ററിൽ കാണുന്നു, ടി വി കാണുന്നു എന്നുള്ളതല്ല, ഒരാളെയും പരിചയമില്ല. ഒരാൾ എന്നെ കൊണ്ടുപോയി ഇത് നമ്മൾ ഇതാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുതരാൻ പോലും ഒരാളുണ്ട്. അന്നൊക്കെ ഞാൻ കുറെ ആളുകൾ കുറ്റം പറയും, ഇവനൊക്കെയാണ് ആക്ടറെന്ന് വിളിക്കുന്നത്, ഇവനൊക്കെ എവിടെ എത്താൻ. കൂടെയുള്ള ഫ്രണ്ട്സ് പറയും ഈ ഫോളോവേഴ്സ് പറയണതൊന്നും കേട്ടിട്ട് അഭിനയിക്കാനൊന്നും നടക്കണ്ട കേട്ടോ. അന്ന് ഞാനും വിചാരിക്കും ഇവരൊക്കെ പൊട്ടന്മാരാണ് എന്നെ കണ്ടിട്ട് ആക്ടർ എന്ന് പറയാൻ. ഇത്രയും ഭയങ്കര എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലവർക്കൊന്നും ഒട്ടും തീരെ പറ്റാത്തൊരു പ്രൊഫഷനാണ് ഡോക്ടറായിട്ടൊക്കെ വരിക എന്നുള്ളൊരു സാധനം. അത് കംപ്ലീറ്റ്ലി നമ്മൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് അത് വേണ്ട എന്ന് വെച്ച് ഈ ഒരു ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത്രയും റിസ്ക് എലമെന്റ്സ് എടുത്തിട്ടുണ്ടാവും. അവസാനം ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഐ ഹാവ് സംതിങ്. എനിക്ക് ഒരു കണ്ടന്റ് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് താല്പര്യമുണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം, ഇത് ഷോക്കേസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ തളർന്നു പോകും. അവിടെ ഇത് മാസമാകുമ്പോൾ നമുക്ക് വട്ടച്ചെലവുകൾ എത്തിക്കാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ നമ്മൾ ജോലിക്ക് പോകണോ, വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണോ എന്ന് ചിന്തിക്കാം. എന്തോ ഭാഗ്യത്തിന് ആ തോട്ട് വന്ന് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ എവിടെ നിന്നു പോയില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിന്നു. ആവശ്യമില്ലാത്ത പണിക്ക് പോട്ടാത് ഇപ്പൊ എത്തായി, എനിക്കിതൊന്ന് കട്ട നിൽക്കാൻ മേലെ ഞാൻ എക്കോട്ടെങ്കിലും പോകുവാന്നേ. പിന്നെ ആകെ ഒരു ആനന്ദം ഈ ഡബ് സ്മാഷ് വന്നപ്പോഴായിരുന്നു. ഇതിങ്ങനെ തുറന്നു വെക്കാൻ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറച്ചെന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ആ ഡബ് സ്മാഷ് പിന്നെ മ്യൂസിക്കലി ആയി, മ്യൂസിക്കലി ടിക്ടോക്ക് ആയി. അതങ്ങനെ ആക്ച്വലി ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നത്. അതുവരെ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഇല്ല. അപ്പൊ ഇത് എവിടെങ്കിലും ഒക്കെ ഒന്ന് ചെയ്താൽ മതി, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാം. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഹാപ്പി ഫ്രെയിംസ്. സിനിമ എന്ന് പറയുന്നത് പലർക്കും ഭയങ്കര വലിയൊരു സ്വപ്നമാണ്. അങ്ങനെ സിനിമയെ സ്നേഹിച്ച ഒരു ഡോക്ടറാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമ്മളുടെയൊക്കെ ഫേവറേറ്റ്, നമുക്കൊക്കെ അറിയുന്ന ഒരാളാണ് ബാഷിദ് ബഷീർ. അപ്പോൾ ആളാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹലോ, വെൽക്കം. കുറേ ആയി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണോ, ഇന്നാണത് സംഭവിച്ചത്. ഇന്ന് 12-ാം തീയതി. എനിക്ക് തോന്നുന്നു ബാഷിദിന്റെ ലൈഫിൽ ഈ 12 എന്ന് പറയുന്നത് ഒരു ലക്കി നമ്പർ ആയിട്ട് എനിക്ക് തോന്നുന്നു. ബിക്കോസ് നമ്മൾ സംസാരിച്ചപ്പോൾ ആ ഒരു ഡേറ്റിനെ കുറിച്ച് വേണമെങ്കിൽ ബാഷിദ് തന്നെ സംസാരിച്ചോ. അതായത് 12 പല രീതിയിൽ ലക്കി നമ്പറാണ്. അതേപോലെ 21 എനിക്ക് ഭയങ്കര ലക്കി നമ്പറാണ്. 12ന്റെ സാധനം പറഞ്ഞപ്പോൾ ഇന്ന് ഞാനിന്നിപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത്. കോയിൻസിഡന്റ് ആയിട്ട് സംഭവിച്ചതാണെങ്കിലും ഞാൻ ഡോക്ടർ ജോബ് കംപ്ലീറ്റ്ലി റിസൈൻ ചെയ്തിട്ട് പിന്നെ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം അത് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ 2021 ഫെബ്രുവരി 12 ആയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് ജോബ് ക്വിറ്റ് ചെയ്തതിൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ഞാൻ എൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ അവിടെ കൊടുത്ത് തിരിച്ച് ബൈ പറഞ്ഞു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 18-ാം തീയതി ഒക്കെയാണ് കൊച്ചിക്ക് വന്നത് സിനിമയ്ക്ക് വേണ്ടി മാത്രം. അപ്പോൾ 12-ാം തീയതിയാണ് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. ഇന്ന് തന്നെ 12-ാം തീയതി ഫെബ്രുവരി ഇതേപോലെ ഒരു ഇന്റർവ്യൂ, അതും ഒരു ആക്ടർ എന്നുള്ള രീതിയിലൂടെ ഇരിക്കാൻ പറ്റും. അതാണ് ഞാൻ ആദ്യമേ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ചത്. കാരണം അതുപോലെ തന്നെ ഫസ്റ്റ് മൂവി തല്ലുമാല ഇറങ്ങിയതും ഓഗസ്റ്റ് 12-ാം തീയതി 2022 അതും 12-ാം തീയതിയാണ്. യെസ്, അപ്പൊ അതാണ് എനിക്ക് പറഞ്ഞത് 12 എന്ന് പറയുന്നത് അതൊരു ലക്കി നമ്പർ ആണെന്ന് എനിക്കിനി 12 മാത്രം മതി. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ അതിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിനിമ മാത്രം ലക്ഷ്യം കണ്ട് സിനിമയെ സ്നേഹിച്ച് ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു പ്രൊഫഷൻ മാറ്റിവെച്ച് കൊച്ചിയിലേക്ക് വന്ന ഒരാളാണ്. നോ ഹോപ്പ്, നോ ബാക്ക്ഗ്രൗണ്ട്, നത്തിങ്. എങ്ങനെയാണ് ആ ഒരു സിനിമയോടുള്ളൊരു ഇഷ്ടം വന്നത് ശരിക്കും? അഭിനയം മിമിക്രി, മോണാക്ട് പരിപാടികളൊക്കെ സ്കൂൾ ടൈമിലേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് നാടകം, അഭിനയം പരിപാടിയായി. പക്ഷെ അപ്പോഴൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരു പ്രൊഫഷൻ ആക്കാം എന്നുള്ളൊരു മെച്യൂരിറ്റി ഇല്ല. ആക്ടിങ് ഒരു പ്രൊഫഷനാണ്, ഇല്ലെങ്കിൽ അതൊരു പ്രൊഫഷനായി കൊണ്ടുപോകാന്നുള്ള മെച്യൂരിറ്റി അതൊന്നും ഇല്ല. പറഞ്ഞുതരാനും ആരുമില്ല. അഭിനയിക്കാനൊക്കെ അഭിനയിച്ചോ, പക്ഷെ ജോലി വേണമല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ പോണതും പരിപാടിയൊക്കെ. പഠിക്കാൻ പോയി
പഠിക്കുന്ന സമയത്തൊക്കെ വൃത്തിയായിട്ടാണ് പഠിച്ചത്. ഒരു സപ്ലി പോലും ഇല്ലാണ്ടാ പാസ്സായത്. ഐ മീൻ കൊണ്ടുപോയിട്ടാ പിന്നെ നമ്മളതിൽ 100 കൊടുക്കുന്നത്. അപ്പോഴാണ് ഈ ഡബ് സ്മാഷ് തുടങ്ങുന്നത്. ഡബ് സ്മാഷ് 10 സെക്കൻഡ് 15 സെക്കൻഡ് അങ്ങനെയാണ് ഇത്. ഈ ജോലി ചെയ്ത് ഇങ്ങനെ ടയർഡായി വരുന്ന സമയത്ത് പഴയ സാധനങ്ങളൊക്കെ ഒന്ന്, ബാംഗ്ലൂരായിരുന്നു ഞാൻ പഠിച്ചതും ബാംഗ്ലൂർ. അപ്പം കുറേയൊക്കെ കലാപരിപാടികളൊക്കെ അവിടെ തീർന്നു. അവിടെ പിന്നെ ഈ ടീച്ചേഴ്സിനെ അനുകരിക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളുവായിരുന്നു. ആക്ടേഴ്സിനൊന്നും അവിടെ ഉണ്ട്. പ്ലസ് നമ്മളെ ആക്ടേഴ്സിനൊന്നും അവിടെ ആർക്കും അറിയില്ലല്ലോ നമ്മളവിടെ പോയി അനുകരിച്ചാലും. പിന്നെ അപ്പൊ അത് കുറെ നിന്നുപോയി. പിന്നെ ആകെ ഒരു ആനന്ദം ഈ ഡബ് സ്മാഷ് വന്നപ്പോഴായിരുന്നു. ഇതിങ്ങനെ തുറന്നു വെക്കുക, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് കുറച്ചെന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ആ ഡബ് സ്മാഷ് പിന്നെ മ്യൂസിക്കലി ആയി, മ്യൂസിക്കലി ടിക്ടോക്ക് ആയി. അതങ്ങനെ ആക്ച്വലി ടിക്ടോക്ക് ബാൻ ചെയ്തപ്പോഴാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങുന്നത്. അതുവരെ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും ഇല്ല. അപ്പൊ ഇത് എവിടെങ്കിലും ഒക്കെ ഒന്ന് ചെയ്താൽ മതി എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാം. ആ ഒരു പ്രോസസ്സിലാണ് കൂടുതലായിട്ടും അഭിനയിക്കാനുള്ള ത്വര കയറി വന്നതും. സിനിമ എന്തുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചുകൂടാ എന്നിങ്ങനെ ആലോചിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാതെ എനിക്ക് മോട്ടിവേഷൻ തന്നെന്ന് പറയാൻ അന്ന് മുതലേ നമ്മളെ ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾ ഭയങ്കര ആക്ടറാണ്, നിങ്ങൾ രക്ഷപ്പെടുന്നു. അന്നൊക്കെ ഞാൻ കുറെ ആളുകൾ കുറ്റം പറയും, ഇവനൊക്കെയാണ് ആക്ടർ എന്ന് വിളിക്കുന്നത്, ഇവനൊക്കെ എവിടെ എത്താൻ. കൂടെയുള്ള ഫ്രണ്ട്സ് പറയും ഈ ഫോളോവേഴ്സ് പറയണതൊന്നും കേട്ടിട്ട് അഭിനയിക്കാനൊന്നും നടക്കണ്ട കേട്ടോ. അന്ന് ഞാനും വിചാരിക്കും ഇവരൊക്കെ പൊട്ടന്മാരാണ് എന്നെ കണ്ടിട്ട് ആക്ടർ എന്ന് പറയാൻ. പക്ഷെ ഇന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ 4 വർഷമായി ജോബ് വിട്ടിട്ട്. ഈ 4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ 4 സിനിമകൾ റിലീസായി. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവര് പൊട്ടന്മാരല്ല, ഇവരൊക്കെ ത്രികാലജ്ഞാനികളാണ്, എന്നെക്കാൾ മുന്നേ എന്നെ മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എൻ്റെ ഈ ജേണിയിൽ എപ്പോഴാണ് അഭിനയം സിനിമ എന്ന് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതേപോലെ ടിക്ടോക്ക് മുതൽ നിങ്ങളൊരു നടനാവട്ടോ എന്ന് പറയാൻ തുടങ്ങിയ കുറേ ആളുകളാണ്. അവിടെ നിന്നാണ് ഈ സാധനം തലയിൽ കുടുങ്ങിയത്. അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പലരും ചെറിയ ചെറിയ സിനിമകൾ ചെയ്ത് ഒരു ഫീൽഡിലേക്ക് വരുന്ന ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭാഷ്യത്തിന്റെ ലൈഫിൽ യു ആർ വെരി ലക്കി. കാരണം ചെയ്ത 4 സിനിമകളും നല്ല പ്രൊഡക്ഷനില്, നല്ല ക്രൂവിന്റെ കൂടെ, നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ തല്ലുമാല ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു സിനിമയായിരുന്നു. രണ്ടാമത്തത് തലവൻ, നമ്മുടെ ബീച്ചേട്ടൻ ആൻഡ് ആസിഫിക്ക. മൂന്നാമത്തത് ഒരു പ്രോമിനന്റ് റോള് ചെയ്ത ആനന്ദ് ശ്രീബാല. ഇപ്പതാ 4ാമത് ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി നിൽക്കുന്ന മാർക്കോ. അപ്പൊ ഈ 4 സിനിമകളും ഭാഷ്യത്തിന്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര ലക്കി ആയിട്ട് നിൽക്കുന്ന 4 സിനിമകളാണ് അല്ലേ. അപ്പൊ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. ഇപ്പൊ എല്ലാവർക്കും ഒരു സ്ട്രഗിളിങ് പോയിന്റ് ഉണ്ടാവും. പക്ഷെ ആ ഒരു ഫസ്റ്റ് സിനിമയിലേക്കുള്ള ഒരു എൻട്രി പറയുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു എങ്ങനെ ഈ കൊച്ചിയിലേക്ക് എത്തിപ്പെട്ടു. കാരണം ഇത്രയും ഭയങ്കര എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ചിലവർക്കൊന്നും ഒട്ടും തീരെ പറ്റാത്തൊരു പ്രൊഫഷനാണ് ഡോക്ടറായിട്ടൊക്കെ വരിക എന്നുള്ളൊരു സാധനം. അത് കംപ്ലീറ്റ്ലി നമ്മൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ചിട്ട് അത് വേണ്ട എന്ന് വെച്ച് ഈ ഒരു ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അത്രയും റിസ്ക് എലമെന്റ്സ് എടുത്തിട്ടുണ്ടാവും ലൈഫിൽ. എപ്പോൾ ആ ഒരു പോയിന്റ് ചിന്തിച്ചു എങ്ങനെ കൊച്ചിയിലേക്ക് വരാമെന്ന് തീരുമാനിച്ചു? ഫസ്റ്റത്തെ ചോദ്യത്തിന് കൊച്ചിയിലേക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും പോലെ ഇപ്പോഴും അങ്ങനെയാണല്ലോ, സിനിമയിൽ എത്തണമെങ്കിൽ കൊച്ചി പോകണം, ബോളിവുഡ് പോകണമെങ്കിൽ മുംബൈ പോകണം, ഇതാണല്ലോ. അപ്പം കൊച്ചി എന്തായാലും വന്നേ പറ്റൂ. ഈ ഡിസിഷൻ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ടിക്ടോക്ക് ഇതൊക്കെ ചെയ്ത് വന്നപ്പോൾ അന്ന് എനിക്ക് വലിയ ഫോളോവേഴ്സും പരിപാടിയൊന്നുമില്ല. അപ്പം ഈ ആഗ്രഹം വല്ലാണ്ട് കയറി. അപ്പം ഞാൻ മോർണിംഗ് ഒരു ക്ലിനിക്കൽ റിസർച്ച് ഫേമിലും വൈകുന്നേരം ഒരു ക്ലിനിക്കിലും അങ്ങനെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ മോർ ദാൻ എനിക്ക് ഒരു 12, 13, 15 മണിക്കൂറോളം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയം ആയിരുന്നു. അപ്പം രാവിലെ ഇവിടെ പോകും, അവിടുത്തെ ഷിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ഇവിടെ വന്ന് ക്ലിനിക്കിലിരിക്കും. ഈ ക്ലിനിക്കിലിരിക്കുന്ന സമയത്ത് പേഷ്യൻസ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ പ്രിസ്ക്രിപ്ഷൻ പാഡിന്റെ പുറകിലാണ് ഈ സ്ക്രിപ്റ്റുകൾ എഴുതുക, ഈ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യാനുള്ളത്. അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇത് എഴുതും, എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കും. അങ്ങനെയാണ് ഇത് ചെയ്യാം. അതെ. അത് എന്നിട്ട് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ലിനിക്ക് കഴിഞ്ഞ് നേരെ ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫോൺ തുറന്നു വെച്ച് ഈ പരിപാടി ചെയ്യാം. അവിടെ പോലീസ് ആവുന്നു, വക്കീലാവുന്നു. അപ്പോ അതങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. പോകെ എനിക്ക് അതിലൊരു പ്രശ്നം മനസ്സിലായത്, എൻജോയ് ചെയ്യുന്നതിന്റെ കൂടെ ഐ ആം ഗെറ്റിംഗ് അഡിക്റ്റഡ് ടു ദാറ്റ്. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ ഓണസ്റ്റ്ലി ഇത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാണ്. ഞാൻ ഈ എഴുതി നിൽക്കുന്ന സമയത്ത് ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഇത് തീർന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കണത്. എക്സാക്ട്ലി. അപ്പൊ ആ ഇൻട്രസ്റ്റ് ഇതിലായി എന്ന് മനസ്സിലായപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പേഷ്യൻസിനോട് ചെയ്യുന്ന ഭയങ്കര തെറ്റാണ്. കാരണം അവരവരുടെ ഒരു പ്രശ്നം പറയാൻ വരികയാണ്, എന്നെ അൾട്ടിമേറ്റ് ഹോപ്പായിട്ട് വരുമ്പോൾ ഞാൻ ഈ ഹാഫ് മൈൻഡിൽ ഓക്കെ പെട്ടെന്ന് ഇത് എഴുതി കൊടുത്ത് വിടട്ടെ അങ്ങനെയായിരുന്നു. ഒരു പോയിന്റിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കണില്ല എന്നല്ല, ഡീപ്ലി അവരെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനോ അങ്ങനെ ചെയ്യാതെ
വേഗം മരുന്ന് എഴുതി കൊടുത്ത് വിടാം എന്നുള്ളൊരു മോഡ് വന്നു എന്ന് എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഐ എം നോട്ട് ഡൂയിങ് റൈറ്റ്. ഇപ്പം ജീവിതം ചിലപ്പോൾ ഒരു സൈഡിൽ ഫൈനാൻഷ്യലി ബ്രോക്കാവും എല്ലാം ആവും, പക്ഷേ ഞാൻ മോറലി ഒരു ഭയങ്കര തെറ്റാണ് അപ്പുറത്ത് അങ്ങനെ അയച്ച് ആ ഒരു തോട്ടിൽ നിന്നാണ് ശരിക്കും ജോബ് വിടാമെന്ന് തീരുമാനിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏത് ജോബാണെങ്കിലും ഫൈൻ, പക്ഷെ ഇത് ഒരു നോബൽ പ്രൊഫഷനാണ്. ഐ ഷുഡൻ ബി എ ബ്ലാക്ക് മാർക്ക് ദർ. അപ്പോൾ അത് ജോബ് വിടാം, എന്നിട്ട് എന്ത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു മോഡായിരുന്നു. അപ്പോൾ അത് കൊച്ചി പോയി ഞാൻ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് കൊച്ചിയിലേക്ക് വരുമ്പം സിനിമയിൽ യൂണിറ്റിൽ ഒരു ചായ കൊടുക്കുന്ന ആളെ പോലും എനിക്ക് പരിചയമില്ല, സത്യമായിട്ടില്ല. സിനിമ തിയേറ്ററിൽ കാണുന്നു, ടി വി കാണുന്നു എന്നുള്ളതല്ല, ഒരാളെയും പരിചയമില്ല. ഒരാൾ എന്നെ കൊണ്ടുപോയി നമ്മൾ ഇതാണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുതരാൻ പോലും ഒരാളില്ല. രണ്ടും കൽപ്പിച്ച് പോന്നു. ഇവിടെ വന്നിട്ട് പ്രതീക്ഷിതാണ് കൊച്ചിയിൽ വന്ന സിനിമയിലെത്തും, ബെസ്റ്റ് ആക്ടറില് പിന്നെ മോഹൻ പോകും പോലെ തന്നെയാണ് കൊച്ചിയിൽ വന്ന സിനിമയിലെത്തും, അതാണ് വിചാരം. അപ്പൊ അങ്ങനെ വരുന്നു, ഇവിടെ വരുന്നു, കുറെ ഷൂട്ടിംഗ് സെറ്റിലൊക്കെ പോകുന്നു. ഈ കറക്റ്റ് നാടോടിക്കാറ്റില് ശ്രീനിയേട്ടൻ പോയെന്ന പോലെ തന്നെ ഇങ്ങനെ അതൊക്കെയാണ് എന്റെ മനസ്സിൽ. അങ്ങനെ പോവാം, വാക്ചാതുര്യമുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് അന്നുണ്ട്. നാക്ക് എല്ലാവരും എന്നോട് പറഞ്ഞതാ ഈ നാക്കില്ലായിരുന്നെങ്കിൽ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇതേപോലെ സെറ്റ് പോയി കഴിഞ്ഞാൽ കുറെ സംസാരിച്ച് വീഴ്ത്താം, ഡയറക്ടേഴ്സിനൊക്കെ കൂടെ സംസാരിച്ച് വീഴ്ത്താം. അങ്ങനെ കുറെ ശ്രമിച്ചു നോക്കി. ഒരാൾ മനസ്സിലാവുന്നത് ഈ സംസാരം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ. ഇപ്പോഴും എനിക്കറിയാം പല ഡയറക്ടേഴ്സും ഇപ്പോഴും ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടാവുക ആദ്യ കാലങ്ങളിൽ ഞാൻ ആവശ്യമില്ലാണ്ട് സംസാരിച്ചതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ നടന്നു. പിന്നെ അങ്ങനെ നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു കറക്റ്റ് റൂട്ടല്ല. പിന്നെ കുറേ സിനിമയിലുള്ള ആളുകളെ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ച് പരിചയപ്പെട്ടവരിവിടെ കണ്ടുപിടിക്കാൻ പോകാനോ അങ്ങനെ കമ്പനി ആയാലോ നോക്കി. അങ്ങനെ പിന്നെ എനിക്ക് മനസ്സിലായി അതും റൈറ്റ് ട്രാക്ക് അല്ല. അവസാനം ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഐ ഹാവ് സംതിങ്. എനിക്ക് ഒരു കണ്ടന്റ് പ്രസന്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അഭിനയിക്കാനുള്ള കഴിവുണ്ടെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എനിക്ക് കുറച്ച് താല്പര്യമുണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം, ഇത് ഷോക്കേസ് ചെയ്യാൻ നോക്കാം. അപ്പൊ നമുക്ക് എത്ര ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമില്? എനിക്ക് തോന്നുന്നു 50,000 അടുത്ത് അത്ര എന്തോ ഉള്ളു. ഞാൻ പറയാം ഈ ടിക്ടോക്ക് നിർത്തുന്ന ദിവസമാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങണത്. അപ്പൊ അവിടുന്ന് വന്ന ഫോളോവേഴ്സേ ഉള്ളൂ. അവിടെ എന്തോ 6 ലക്ഷം കണ്ടുണ്ടായിരുന്നു. അത് 50,000 പേരെങ്ങാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അതിലാണ് ഞാൻ ഈ ജോബ് വിടുന്ന പരിപാടികളൊക്കെ നടക്കുന്നത്. പോയി. അപ്പോ ആ ഒരു പ്രോസസ്സിൽ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഒരു ഗ്രോത്ത് വന്നു തുടങ്ങിയത്. ഞാനപ്പം ഈ കംപ്ലീറ്റ് എഫേർട്ടും കണ്ടന്റ് ഉണ്ടാക്കുന്നതിലും വെറുതെ ഒരു കണ്ടന്റ്, വെറുതെ ഒരു കോമഡി, ഒരു എന്റർടൈൻ ചെയ്യാൻ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടാൽ അത് വൈറലാവാൻ എന്താ വേണ്ടത് എനിക്കറിയാം. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്നറിയാം. ഇന്ന് വൈകുന്നേരം പാർവതിനോട് പറയാണ് ഒരു 1 മില്യൺ വീഡിയോ അടുപ്പിക്കാൻ പറ്റും, എനിക്ക് ഉറപ്പായിട്ടും ചെയ്തു തരാൻ പറ്റും. പക്ഷേ എനിക്കത് വേണ്ട. ഞാൻ ചെയ്യണ സാധനം യുണീക്ക് ആയിരിക്കണം. ഇല്ലെങ്കിൽ എല്ലാവരും പറയുന്ന സബ്ജക്റ്റ് തന്നെ ആയിരിക്കും, പക്ഷെ ഞാനത് പറയുന്ന രീതി വേറെ ആയിരിക്കണം. ഒരു നത്തിങ് ബട്ട് എ സിനിമ എന്ന് തോന്നണം. ഇപ്പം എല്ലാവരും പറയല്ലോ, ഈവൻ ഓഡീഷനിൽ പോലും മെൻഷൻ ചെയ്യും ഇൻസ്റ്റാഗ്രാം റീൽസ് ഒഴികെ പെർഫോമൻസ് വീഡിയോ അയക്കാം. അപ്പം ഞാൻ എപ്പോഴും പ്രൂവ് ചെയ്യാൻ നോക്കുന്നത് ഇൻസ്റ്റാഗ്രാം റീൽസിലും അവിടെ അയക്കാൻ പറ്റുന്ന സാധനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. സിനിമയിൽ ചെയ്യേണ്ട സാധനം അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. സിനിമയിലെത്താൻ വേണ്ടി മാത്രം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ എന്നെ പോലത്തെ ആളുകളുണ്ട്. അപ്പം അങ്ങനെ ചിന്തിച്ച് കണ്ടന്റുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഭയങ്കര അപ്ഡേഷൻസ് വന്നു, ഇവോൾവ് ആവാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി ഞാൻ. ഇങ്ങനെ ക്യാമറ പരിപാടികൾ, ലൈറ്റിംഗ് പരിപാടികൾ, ഇതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ പഠിച്ച് വന്നപ്പോൾ ഭയങ്കര രസമായി. അങ്ങനെയുള്ളൊരു പ്രോസസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് കോൺസ്പേസ് എന്ന് പറയും പോലെ അങ്ങനെയാണ് ഈ തല്ലുമാല ശരിക്കും വരുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. അങ്ങനെ അവിടെ എത്തി. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ടെക്നിക്കലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്വാളിറ്റി, ഇപ്പൊ നമ്മൾ ചിലർ പറയും ഭയങ്കര ക്വാളിറ്റിയിൽ എടുത്ത് കഴിഞ്ഞാൽ റീച്ച് ഒന്നും കിട്ടില്ല, ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ സ്ലോ മോഷൻ ഒക്കെ തിരിഞ്ഞു വന്നാൽ അതിന് ഒടുക്കത്തെ റീച്ചാന്നൊക്കെ പറയും. പക്ഷെ ക്വാളിറ്റി, ഭാഷത്തിന്റെ പ്രൊഫൈല് ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അപ്പൊ സ്റ്റാർട്ടിങ് മുതലേ അത് ഭയങ്കര നിർബന്ധമുള്ള ഒരാളായിരുന്നു. ആദ്യം ഞാൻ സ്വയം വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നു, ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കണ്ടന്റ് ക്വാളിറ്റിയും വിഷ്വലും എന്നെ കൊണ്ട്, അന്ന് ചെറിയ ഫോണാണ് അതേ പറ്റുള്ളൂ, അതിൽ തന്നെ ക്വാളിറ്റി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ക്വാളിറ്റി കംപ്ലീറ്റ്ലി ടീം വർക്കാണ്. ഇപ്പം എൻ്റെ ഒരു ടീം കംപ്ലീറ്റ്ലി എൻ്റെ ഒരു ടീമുണ്ട്. ഇപ്പം എൻ്റെ ഒരു DOP പ്രവീൺ എന്ന് പറഞ്ഞ DOP ഉണ്ട്, ഋഷി എന്ന് പറഞ്ഞ DOP ഉണ്ട്, പിന്നെ കിരൺ എൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നെ സന്ദീപ് എന്ന് പറഞ്ഞൊരു പുള്ളി. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ കൂടെ ഉണ്ട്, ഒരുപാട് ഫ്രണ്ട്സും ആൾക്കാരും. അപ്പം ഇതിൽ നിന്ന് വന്നതാണ് ഇപ്പോഴത്തെ ക്വാളിറ്റി ശരിക്കും. ഇപ്പം ഞാൻ പണ്ടിതൊക്കെ ഞാൻ ഒന്നിച്ച് സന്തോഷ് പണ്ഡിറ്റായി ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊന്ന് മാറി ക്യാമറ ചെയ്യാൻ ഒരാൾ വന്നപ്പോൾ അയാൾ ഇൻപുട്ടുകൾ വന്നു, അയാൾ അപ്ഡേഷൻസ് വന്നു, അതിനെ ഞാൻ വാല്യൂ ചെയ്യാൻ തുടങ്ങി. അപ്പം അവിടെ ആ ഭാഗം അവർ മെയിൻറ്റെയിൻ ചെയ്തു. ഇപ്പോൾ കിരൺ ആയാലും ബാക്കി എല്ലാ പരിപാടികളും, ഇപ്പോൾ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്യണമെങ്കിലും ആർട്ടിസ്റ്റുകളെ അതൊക്കെ അവൻ ചെയ്യാൻ തുടങ്ങി. അപ്പം ഇവരെല്ലാവരും കൂടി വന്നപ്പോഴാണ് ശരിക്കും ഇപ്പോഴുള്ളൊരു
ക്വാളിറ്റിയിൽ വന്നത്. ബട്ട് എഗെയിൻ അതിൻ്റെ ഒരു മേൽനോട്ടം പരിപാടി ഉണ്ടല്ലോ, ക്വാളിറ്റി ഡിപ്പ് ആവരുത്. ആ സാധനം ഇപ്പോഴും എൻ്റെ മൈൻഡിലുണ്ട്. കണ്ടന്റ് ക്വാളിറ്റി ഞാൻ ഡിപ്പാക്കരുത്, പ്രസന്റേഷൻ ക്വാളിറ്റി ഞാൻ ഡിപ്പാക്കരുത്, ക്യാമറ ക്വാളിറ്റി നീ ഡിപ്പാക്കരുത്, ഇത് നീ ഡിപ്പാക്കരുത്. അത് ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ എന്താ വെച്ചാൽ എനിക്കിത് കൊണ്ട് ഒരു ഡയറക്ടറെ കാണിക്കണം നാളെ, എനിക്കൊരു ചാൻസ് തരുമെന്ന് ചോദിക്കുമ്പോൾ ഇത് കാണിക്കുമ്പോൾ എന്തൊക്കെയോ ഒക്കെ അറിയാം എന്നുള്ളൊരു സാധനം തോന്നിപ്പിക്കൽ എൻ്റെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് ക്വാളിറ്റി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ ഇപ്പം എക്സ്പെൻസുകൾ ഇറക്കേണ്ടി വന്നാലും അതൊരു നഷ്ടമായി കാണാതെ ഫോർ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ കണ്ടിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ സാധനം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ റീൽ കണ്ടന്റുകളല്ലാതെ അഡ്വർടൈസ്മെന്റ്സ്, അതും ഞാൻ ഭാഷത്തിന്റെ പ്രൊഫൈലിൽ കണ്ടൊരു കാര്യമായിരുന്നു. അപ്പൊ അഡ്വർടൈസ്മെന്റ്സ് വർക്ക്സ് ഒക്കെ വരാൻ തുടങ്ങിയത് എപ്പോഴായിരുന്നു? ആദ്യം ഈ നമ്മളെ പ്രൊമോഷൻസ് വരുമല്ലോ, കൊളാബറേഷൻസ് പരിപാടി. ഞാൻ ആദ്യം നോ പെയ്ഡ് പ്രൊമോഷൻസ് ആൻഡ് കൊളാബറേഷൻസ് എന്ന് ബയോയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം എന്റെ. കാരണം വെച്ചാൽ എനിക്ക് സിനിമ മാത്രം മതി, അഭിനയിച്ചാൽ മതി. പിന്നെ ഈ ജോലിയൊക്കെ വിട്ട് ഞാൻ ഈ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് അതവിടെ ഉണ്ട്. പിന്നെ ഫസ്റ്റ് എനിക്ക് വരുന്ന ക്ലയന്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് കഫേയാണ്. അപ്പൊ ഇംഗ്ലീഷ് കഫേ ഷിബിൽ എന്ന് പറഞ്ഞ പുള്ളി ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പുള്ളി ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ പുള്ളി എന്നോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന കണ്ടന്റ് പോലത്തെ ഒരു സാധനമാണ് ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് വെറുതെ ഇംഗ്ലീഷ് കഫേ എന്നിരുന്ന് പറയണ്ട എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി വൈ കാണ്ട് ഐ ഡു സംതിങ് ലൈക്ക് ദാറ്റ്. കാരണം ഞാനിവിടെ ഒരു കണ്ടന്റുകൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട്, ഇതൊരു പ്രൊമോഷൻ ആണെങ്കിൽ. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇംഗ്ലീഷ് കഫേ ജൂനിയറിൻ്റെ ഒരു പരിപാടി ചെയ്തു. അത് ചെയ്തപ്പോൾ അതിന് ഭയങ്കര അപ്രിസിയേഷൻ കിട്ടി. അപ്പോഴാണ് എനിക്ക് ക്രിയേറ്റീവായ ഒരു കണ്ടന്റ് ഉണ്ടാക്കുക, ആളുകൾ എപ്പോഴും ഓർത്തിരിക്കുന്ന രീതിയിലൊരു കണ്ടന്റ്, ആ കണ്ടന്റിൽ ബ്രാൻഡും ബ്രാൻഡ് വാല്യൂസും ഇൻകോർപ്പറേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈ കണ്ടന്റ് ഓർത്തിരിക്കുന്ന കാലത്തോളം ആളുകൾ ആ ബ്രാൻഡും ബ്രാൻഡ് നെയിമും ഓർത്തിരിക്കും. വൈ കാൺ ദാറ്റ് ബി എ പാത്ത്? അങ്ങനെയാണ് ഞാൻ ഈ പരിപാടി തുടങ്ങുന്നത്. അങ്ങനെ ഞാൻ ഈ ആക്ടർ ഡോക്ടർ ആഡ്സ് എന്ന് പറഞ്ഞൊരു പേജ് തുടങ്ങി. അപ്പം അതിലെനിക്ക് ഭയങ്കരമായിട്ട് അപ്രീഷിയേഷൻസ് കിട്ടി തുടങ്ങി. കാരണം ആഡ് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അങ്ങനെ കുറേ ആൾക്കാർ കമന്റ് പറഞ്ഞു, ഇത് കണ്ട ആഡാന്ന് തോന്നണില്ല, ഈ ബ്രാൻഡിന്റെ പേര് ഇങ്ങനെ. പലരും ഞാനിങ്ങനെ കാണുമ്പോൾ എന്നോട് ചോദിക്കും, നിങ്ങൾ മറ്റേ ഇതിന്റെ പരസ്യം ചെയ്തില്ലേ, ബ്രാൻഡിന്റെ പേര് പറയും, മറ്റേ സാധനം ചെയ്തില്ലേ, കണ്ടന്റും എടുത്ത് പറയും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അപ്പം ബ്രാൻഡിനും ഹാപ്പി, ഞാനും ഹാപ്പി, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ തളർന്നു പോകും. അവിടെ ഇത് മാസമാകുമ്പോൾ നമുക്ക് വട്ടച്ചെലവുകൾ എത്തിക്കാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ നമ്മൾ ജോലിക്ക് പോകണോ, വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണോ എന്ന് ചിന്തിക്കാം. എന്തോ ഭാഗ്യത്തിന് ആ തോട്ട് വന്ന് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് ഞാൻ എവിടെ നിന്നു പോയില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫൈനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് നിന്നു. ആ സമയത്തും സിനിമയുടെ പുറകെയുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്, അപ്പോഴും നടക്കുന്നുണ്ട്. സിനിമ വിട്ടൊരു പരിപാടി ഇല്ല. സിനിമയിലുള്ള ഓട്ടം നിലയ്ക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പൈസ ഇല്ലാതായ നിലയ്ക്കും, അപ്പം അതിനിത് ചെയ്യാം. ഇന്ന സാധനം ഇല്ലാതായ അതൊക്കെ ഞാൻ സേഫ് ആക്കി വെക്കണം. കാരണം ഇതെനിക്ക് ഇതിന്ന് മാറാൻ പറ്റൂല. ഓപ്ഷൻ. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണല്ലോ നമ്മളൊരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ അയാളുടെ ഭാഗത്ത് നിന്ന് യെസ് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഭാഷ്യത്തിന്റെ പ്രൊഫൈലിൽ കുറേ കണ്ടന്റുകളിൽ നമുക്ക് കുറേ ആർട്ടിസ്റ്റുകളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഭാഷ്യത്തിന്റെ ആ ഒരു ടാലന്റ് ഇപ്പോൾ അവർ പ്രൊഫൈൽ എടുത്ത് നോക്കാം, ഇവൻ എന്താ ചെയ്തേക്കണേ നോക്കുമ്പോൾ അവർക്ക് അത് ഇഷ്ടമായാലാണല്ലോ അവർ അതിന് വേണ്ടി അപ്രോച്ച് ചെയ്യുക. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയങ്ങളിൽ കിട്ടുന്ന റെസ്പോൺസസ് ഒക്കെ എങ്ങനെയാണ്? തുടക്കവും പിന്നെ നമ്മൾ ആ ഒരു സക്സസിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴും. ഇനീഷ്യലി നമ്മൾ അങ്ങോട്ട് ചോദിക്കാറായിരുന്നു ഓരോരുത്തരോട്, ഞാനിങ്ങനെ ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, വരാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പം കുറെ ആൾക്കാർ കണ്ടന്റ് കേട്ടിട്ട് അടിപൊളിയാണല്ലോ, അങ്ങനെയാണ് എല്ലാവരും നമ്മളെ കണ്ടന്റിൽ ചെയ്ത്. പിന്നെ എന്നോട് ഇങ്ങോട്ട് ആളുകൾ ചോദിക്കാൻ തുടങ്ങി, നമുക്കൊരു കണ്ടന്റ് കോർപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ പാർവതി പറഞ്ഞ പോലെ ഈ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, എന്നിട്ട് എന്നോട് എന്താ ഇതുവരെ കണ്ടന്റ് ചെയ്യാന്ന് ചോദിക്കാത്ത പാർവതി? അങ്ങനെയല്ല, ഞാനങ്ങനെ ക്വാളിറ്റി തോന്നാത്തോണ്ടാണ്. അയ്യോ അല്ല, അതുകൊണ്ടല്ല, അങ്ങനെ ആലോചിച്ചില്ല അതിനെ കുറിച്ച്. ആ ഒരു സൈഡിലേക്ക് ഇനി ആലോചിക്കോ? ആലോചിക്കാം. അപ്പൊ ആക്ടർ ഡോക്ടറും പാർവതിയും ഒന്നിച്ചുള്ള ഒരു കണ്ടന്റ് പ്രതീക്ഷിക്കാൻ പറ്റും. ഓക്കെ. ഇപ്പൊ ഡോക്ടർ എന്നുള്ള ഒരു പ്രൊഫഷൻ അത് വിടാമെന്നുള്ളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ നമ്മളോട് തന്നെ സംസാരിക്കില്ലേ? ഇത് വേണോ വേണ്ടേ, പണി പാളോ, എന്തൊക്കെയായിരുന്നു സെൽഫായിട്ട് അപ്പൊ സംസാരിച്ച കാര്യങ്ങൾ? ഈ ഡോക്ടർ എന്ന് പറഞ്ഞ പ്രൊഫഷൻ വിടാണല്ലോ എന്ന് ഞാൻ ഒരിക്കലും സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടില്ല. ഞാനൊരു ജോലി ചെയ്യുന്നു, എനിക്ക് ഇഷ്ടമില്ല എന്നല്ല, എനിക്ക് അതിനേക്കാളും താല്പര്യം, ഞാൻ ഇഷ്ടപ്പെടുന്നത് വേറൊന്നാണ്. അപ്പൊ ഇത് വിടുക, ഞാൻ നേരത്തെ പറഞ്ഞ ആ റീസൺ കൊണ്ട് ഇത് വിടണം, ഇതെടുക്കണം, അത്രേ. മെയിൻ ആയിട്ടുള്ള തോട്ട് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യും? കാരണം ഞാൻ പറഞ്ഞ അന്ന് ഈ നോ പെയ്ഡ് പ്രൊമോഷൻസ് ആൻഡ് കൊളാബറേഷൻസ് ടൈമാണ്, കൊച്ചിയിലേക്കാണ് വരുന്നത്. എനിക്ക് വേറെ വരുമാന മാർഗ്ഗങ്ങളില്ല. അപ്പൊ എനിക്ക് PF കിട്ടാനുണ്ട് എന്ന് എനിക്കറിയാം. PF കുറച്ചൊരു പൈസ, ഒരു 1 lakhന്റെ അടുത്തൊരു PF കിട്ടും. ആ പൈസ കൊണ്ട് എനിക്ക് ഒരു 3-4-5 മാസമൊക്കെ അങ്ങനെ അങ്ങോട്ട് തള്ളി നിൽക്കാൻ പറ്റും. ആ ധൈര്യത്തിൽ മാത്രം ഇറങ്ങണതാ. അപ്പം അതൊരു കൺസേൺ ആയിരുന്നു. ഞാൻ പൈസക്ക് എന്ത് ചെയ്യും, ജീവിക്കാൻ എന്ത് ചെയ്യും?
അതിന് എന്തെങ്കിലും പണിയെടുക്കേണ്ടി വരുമോ, സൊമാറ്റോ പോകേണ്ടി വരുമോ, അങ്ങനത്തെ പരിപാടികളൊക്കെ മൈൻഡിൽ കാൽക്കുലേറ്റ്. അവിടെ ആകുമ്പോൾ സൊമാറ്റോ ഓടാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ വണ്ടി ഏതെങ്കിലും എടുത്ത് ഊബർ ഓടാം, അതൊക്കെയായിരുന്നു കാൽക്കുലേഷൻ. ഇത് മാത്രമേ എന്നെ വറി ചെയ്യുന്നുള്ളായിരുന്നു. കാരണം എനിക്കറിയാം ലോങ് റണ്ണിൽ ഒരു പക്ഷെ ഞാൻ നിന്ന് പോകാൻ സാധ്യത ഇത് വരുമ്പോഴായിരിക്കും. വേറെ ഒന്നിനും എന്നെ നിർത്താൻ പറ്റില്ല. ഇപ്പോൾ വീട്ടുകാരെന്നോടൊന്ന് പറയാണ് മതി സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തൂല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നല്ലാണ്ട് ഞാൻ സിനിമ നിർത്താൻ പോകുന്നില്ല. ശരിക്കും എന്തായിരുന്നു അവരുടെ റെസ്പോൺസ്? സപ്പോർട്ടീവാ. കാരണം ഭയങ്കര ഓർത്തഡോക്സ് ഫാമിലി ആണ്, ഫാദറൊക്കെ ഭയങ്കര ഓർത്തഡോക്സാ. ബട്ട് സ്റ്റിൽ പുള്ളി ഇങ്ങനെ ഒരു ലൈനാ, അതാണ് താല്പര്യം, അത് ചെയ്യട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ. പക്ഷെ ആനന്ദ് ശ്രീബാലൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കാണിച്ച്. പുള്ളി ഭയങ്കര ഓർത്തഡോക്സ് ആളാണ്. പുള്ളിയുടെ കൂട്ടുകാരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെന്നാലും പറയാം പുള്ളി ആനന്ദ് ശ്രീബാല തിയേറ്ററിൽ വന്നുണ്ട്. തലവനും തല്ലുമാല ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അത് കുറച്ചല്ലേ ഉള്ളൂ, അത് ഫുള്ളുള്ളത് വരട്ടെ അപ്പൊ കാണാന്ന് പറഞ്ഞു. ആനന്ദ് ശ്രീബാല വന്നപ്പോ പോയി കണ്ടു. മൂന്നാമത്തേല് ഞങ്ങൾ ഫുള്ളായിട്ട് ആനന്ദ് ശ്രീബാല കണ്ടു, ഫാദറിനും മദറിനും ഒക്കെ കൊണ്ടുപോയി കാണിച്ചു. അപ്പം ഭയങ്കര ഹാപ്പിയായി എല്ലാവരും. ഇപ്പം ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇവർക്കും. ഇവൻ അവിടെ പോയി നിൽക്കണുണ്ട്, ജോലിയൊക്കെ കളഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തോളും, എന്തായാലും വെറുതെ ആവണില്ല എന്നുള്ളൊരു കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ഫോളോവേഴ്സിനുണ്ട്. അതാണ് എനിക്ക് ഭയങ്കര സന്തോഷം. അല്ല, ഇപ്പോൾ നമ്മൾ തല്ലുമാലയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് സിനിമയായിരുന്നല്ലോ അത്. ഇപ്പോൾ എന്തായാലും റീൽസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളുടെ ലക്ഷ്യം സിനിമയിലേക്ക് എത്തി നമ്മളെ. അപ്പോൾ ആ ഒരു ഫസ്റ്റ് സെറ്റ്, ഫസ്റ്റ് ഡേ, അല്ലെങ്കിൽ അതിനകത്തേക്ക് വന്ന ഒരു കോള് കിട്ടിയ ഒരു മൊമെന്റ്, അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? തല്ലുമാലന്റെ ഭയങ്കര രസമാണ്. പെട്ടെന്ന് പറയാം, ഞാനൊരു ദിവസം ഒരു ലൈവ് പോയി. ഒരു ലൈവ് പോയപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞോട് മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുന്നില്ലല്ലോ, ഇങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരും എന്ന് പറഞ്ഞു. ഒരു പയ്യനെ വെച്ചാൽ ആ പയ്യന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ പയ്യനോടാണ് ശരിക്കും താങ്ക്ഫുൾ ആവുന്നത്. എന്നിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ അന്ന് ലൈവ് കട്ട് ചെയ്തതിനു ശേഷം കുറേ മെസ്സേജിന് ഇരുന്ന് റിപ്ലൈ കൊടുത്തു. ഒരു 10-85 മെസ്സേജുകൾക്ക് ഇരുന്ന് ഇങ്ങനെ റിപ്ലൈ കൊടുത്തു. താങ്ക് യു സോ മച്ച്. അതിലൊരു പെൺകുട്ടിന്റെ മെസ്സേജ്, കുറേ മെസ്സേജ് ഉണ്ട്. ഹലോ, ഹായ്, പ്ലീസ് ചെക്ക് വൺസ് ഭയങ്കര മെസ്സേജ്. അപ്പം ഈ മെസ്സേജ് ഞാനിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ കുറേ മെസ്സേജ് ഉണ്ട്. നീഡ് യുവർ കോൺടാക്ട് നമ്പർ എന്നൊക്കെ പറഞ്ഞൊരു ഇത്. അപ്പം ആ മെസ്സേജിന്റെ കൂടെ ഒരു സ്ക്രീൻ റെക്കോർഡർ ഉണ്ട്. അപ്പം ഈ സ്ക്രീൻ റെക്കോർഡർ ഈ കുട്ടിയും റഹ്മാൻ സാറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പം ഈ പുള്ളിക്കാരി എൻ്റെ പ്രൊഫൈൽ അയച്ചു കൊടുത്തിട്ട് തല്ലുമാല അനൗൺസ് ചെയ്ത സമയത്ത് നിങ്ങളെ പടത്തിൽ ഇയാൾക്ക് എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കുമോ, നല്ല അടിപൊളി വീഡിയോസ് ആണെന്നൊക്കെ പറഞ്ഞ് ഈ പുള്ളിക്കാരി സജസ്റ്റ് ചെയ്തതാ. അപ്പോൾ റഹ്മാനിക്കാന്റെ തിരിച്ചൊരു ഓഡിയോ, അതുകൊണ്ടാണ് ഈ സ്ക്രീൻ റെക്കോർഡർ അയച്ചത് പുള്ളിക്കാരി. റഹ്മാനിക്കാന്റെ ഓഡിയോ, ഇയാൾ ആരാണ്, ഇയാൾക്ക് വേണ്ടി ചറ പറ റെക്കമെൻഡേഷൻ ആണല്ലോ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ, അതും കേരളത്തിന്റെ പല ഭാഗത്തുനിന്ന്. ഇയാൾക്ക് ചാൻസ് കൊടുക്കുന്നു പറഞ്ഞു. ഇയാൾ ആരാ, ഇയാളോട് ഒന്ന് കാണാൻ പറ. അങ്ങനെയാണ് ഈ പുള്ളിക്കാരിക്ക്, എനിക്ക് പുള്ളിക്കാരിക്ക് എന്നെ അറിയില്ല, ഈ പുള്ളിക്കാരിക്ക് എൻ്റെ നമ്പർ കിട്ടണം. അപ്പൊ അന്ന് ആ മെസ്സേജ് ചെക്ക് ചെയ്തത് കൊണ്ട് ഈ പുള്ളിക്കാരൻ്റെ മെസ്സേജ് കണ്ടു. ഞാൻ അങ്ങനെ നമ്പർ കൊടുത്തു. അങ്ങനെ പിന്നെ റഹ്മാനിക്ക് എൻ്റെ അസോസിയേറ്റിനെ വിളിച്ചു. ഞാൻ കൊച്ചിയിലായിരുന്നു, രാത്രിയാണ് വിളിച്ചത്. നാളെ രാവിലെ ആകുമ്പം കണ്ണൂർ എത്താൻ പറ്റുമെന്ന് വെച്ചു. പുള്ളി അവിടെ കണ്ണൂരായിരുന്നു, തലശ്ശേരി. അപ്പൊ ഞാൻ പിന്നെന്താ എത്താലോ എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഞാൻ ടിക്കറ്റ് പോലും എടുത്തില്ല അന്ന് ട്രെയിനിന്. ഞാൻ ടിക്കറ്റ് ഒന്നും എടുക്കാതെ പോയി കയറി, അങ്ങനെ പോയി കണ്ടതാ. കണ്ടപ്പോഴും ഇതേപോലെ അല്ല, ടിക്കറ്റ് ഇല്ല. ജനറലിന് ടിക്കറ്റ് എടുത്ത് പോവാന്ന് വിചാരിച്ചാൽ ഞാൻ വയനാട്ടിലിരുന്നു ചെറുപ്പം മുതലൊക്കെ. ഈ ട്രെയിനിന്റെ സിസ്റ്റംസ് ഒന്നും നമുക്ക് അങ്ങനെ അറിയൂല. അപ്പം അവിടെ പോയി കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് കയറുന്ന പരിപാടി ഒന്നും അങ്ങനെ അറിയൂല. അപ്പൊ ഞാൻ എൻ്റെ കണക്കിന് ട്രെയിനിൽ കയറണമെങ്കിൽ റിസർവ് ചെയ്യണം. ഞാൻ റിസർവ് ചെയ്തിട്ടില്ല, റിസർവ് ചെയ്യാൻ ടിക്കറ്റില്ല. ഞാൻ പോയി അങ്ങോട്ട് കയറിയിരുന്നു. എന്തോ ഭാഗ്യത്തിനൊന്നും രീട്ടിയും വന്നില്ല ഒന്നും. അപ്പം പിന്നെ എന്നിട്ട് അവിടെ പോയി. അപ്പൊ ഈ ഒരു ഹോട്ടലിലാണ് നഹാസ് ബ്രോ ഉണ്ട്, മറ്റേ നമ്മളെ ഇതിന്റെ ഡയറക്ടർ അഡിയോസിന്റെ, പുള്ളിയായിരുന്നു അസോസിയേറ്റ്. റഹ്മാനിക്കുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചെന്ന് ഇതേപോലെ ഇങ്ങനെ ഇരുന്നു. ഞാനിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കാം, എന്നോട് ഇങ്ങനെ സംസാരിച്ചു. എന്നോട് ഇങ്ങനെ പറയും റഹ്മാനിക്ക് ഇടക്കിടക്ക്, നീ ഇങ്ങനെ എന്നെ നോക്കണ്ട, നിന്നെ ഞാനൊന്ന് കാണാൻ വിളിപ്പിച്ചതാ, നിനക്ക് വേണ്ടി ചെറ പറ റിക്വസ്റ്റുകൾ. ഇയാളെ എനിക്ക്, അതും പെൺപിള്ളാര്, അതെന്താണ് അതിന്റെ ഒരു ഗുട്ടൻസ് എനിക്ക് മനസ്സിലാവണില്ല എന്ന് പുള്ളി അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പം അവിടെ തല്ലുമാലന്റെ സ്ക്രിപ്റ്റ് അവിടെ ഇങ്ങനെ ബെഡിൽ ഇരിക്കുന്നുണ്ട്. തല്ലുമാല. ഞാനിങ്ങനെ നോക്കിക്കോട്ടെ, അതിനൊന്നും ഇല്ല, കാണാൻ മാത്രമൊന്നും ഇല്ല, ആയിട്ടൊന്നും ഇല്ല എന്നാണ്. ഞാനിങ്ങനെ തുറന്നു നോക്കുമ്പോ അതില് വസീം ടൊവിനോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വേറെ അങ്ങനെ ക്യാരക്ടേഴ്സിന്റെ പേരൊന്നും ഞാൻ കണ്ടില്ല. ഞാൻ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടാവോ എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി എന്നോട് വീണ്ടും പറഞ്ഞു, എടാ ഞാൻ നിന്നെ വേറൊന്നിനും വിളിച്ചതല്ല, നിന്നൊന്ന് കാണാൻ വിളിച്ചതാണ്. നിനക്ക് വേണ്ടി ഇങ്ങനെ റിക്വസ്റ്റ് വരുമ്പോ നമ്മൾ അറിയണല്ലോ, എങ്ങനെയാണ് അറിയണല്ലോ. ഞാൻ പറഞ്ഞല്ലേക്ക് എന്തെങ്കിലും ഒന്ന് തരണം പ്ലീസ്. അപ്പം നമുക്ക് നോക്കാടാ, അത് കാസ്റ്റിങ്ങിലേക്കൊന്നും ആയില്ല, പരിപാടികളൊക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാട്ടോ എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങളെ കണ്ട് എനിക്ക് ചോറും കറിയൊക്കെ വാങ്ങി തന്നു. ഞങ്ങളൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു 5-8 മാസം കഴിഞ്ഞതിന് ശേഷമാണ് തല്ലുമാലന്റെ പരിപാടികൾ തുടങ്ങുന്നത്. ഷൂട്ട് തുടങ്ങി, അനൗൺസ്മെന്റ് വന്നു, ഷൂട്ട് തുടങ്ങി. ഇവരാരും കോണ്ടാക്ട് ചെയ്ത് കിട്ടണില്ല. നഹാസിന് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല. ഞാനിങ്ങനെ വിറക്കെ കിടന്നിട്ട്
ഷൂട്ടൊക്കെ തുടങ്ങിയ പരിപാടികളൊക്കെ കണ്ണൂർ പരിപാടികളൊക്കെ കഴിഞ്ഞ് കോഴിക്കോട് പരിപാടികൾ കഴിഞ്ഞു. പിന്നെ ഞാനൊരു ഹോപ്പ് വിട്ടൊരു സ്റ്റേജായി. അയ്യോ അത് ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം വൈകുന്നേരം ഹരിത വിളിക്കുന്നത്, അസിസ്റ്റന്റ് ഹരിത വിളിച്ചിട്ട് പറഞ്ഞു, ഭാഷ്യ ആണല്ലേ നാളെയാണ് ഷൂട്ട്, നാളെ എന്താ കഥാപാത്രമൊന്നോ എന്താ പരിപാടി ഒന്നുമില്ല. അങ്ങനെ അപ്പൊ അത് പറഞ്ഞു ഫോട്ടോ വെച്ചാണ് കൊച്ചിൻ കോളേജിലാണ് ഷൂട്ട്, നാളെ രാവിലെ വരണം. അങ്ങനെയാണ് പോയി. അങ്ങനെ ആ വായിച്ച വസീമിന്റെ പേര് ആ പടത്തില് നിങ്ങളുടെ കോളേജിന്റെ പ്രോഗ്രാം വസീം ടോവിനോ അതിൽ ഞാൻ അല്ല ആ പേര് പറഞ്ഞിട്ടാണല്ലോ ട്രെയിലറൊക്കെ വന്നപ്പോ എനിക്ക് ട്രെയിലർ ശരിക്കും എന്റേതാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഉറപ്പിച്ച് ചീഫ് ഗസ്റ്റ് മണവാൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടില്ല ട്രെയിലറൊക്കെ ഞാൻ തുടങ്ങുന്നു. റഹ്മാനിക്ക് ഭയങ്കര പുഷിങ് ആയിരുന്നു കേട്ടോ സംഭവം. പുള്ളി അതിൽ ആ ഒരു സീനുണ്ട് തല്ലുമാലയിൽ, ഇങ്ങനെ ഈ ടോവിയുടെ ക്യാരക്ടർ വന്നിറങ്ങുമ്പോൾ, പുള്ളി ഇറങ്ങുമ്പോൾ, വസീം വന്നിറങ്ങുമ്പോൾ ഞാനാണ് ഈ അവിടുത്തെ മറ്റേ ഈ പരിപാടിന്റെ ചെയർമാൻ പരിപാടി, ഞാനാണ് പുള്ളിക്കാരനെ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ നിന്നപ്പോ കുറച്ച് അവിടെ കുറെ പിള്ളേരാണല്ലോ, അപ്പൊ പിള്ളേരൊക്കെ കൂടി ഇങ്ങനെ പുറകോട്ട് ഇങ്ങനെ തള്ളി, എല്ലാവരും ഇങ്ങനെ തള്ളിക്കയറുന്നു ടോവി വരുമ്പോ ഇങ്ങനെ മുന്നിൽ. എനിക്ക് തള്ളിക്കയറാൻ ഒരു ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഇപ്പോഴും. അതെ, എനിക്കിപ്പോ എവിടെയാണെങ്കിലും തള്ളിക്കയറാൻ എനിക്ക് പറ്റൂല, ഞാനങ്ങനെ മാറി നിൽക്കുള്ളൂ. ഞാൻ പുറകോട്ട് നിന്ന് പുള്ളി അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഫുള്ള് ക്രൗഡാണല്ലോ, അപ്പം മോണിറ്റർ കുറെ ദൂരത്താ. അപ്പൊ പുള്ളി അവിടെ നിന്ന് മൈക്കിൽ ഇങ്ങനെ റഹ്മാനിക്ക് മൈക്കിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഭാഷിത് നിന്നെ ഞാൻ എവിടെയാണ് നിർത്തിയത് എന്ന് വെച്ച്. എന്നിട്ട് പുള്ളി വന്നിട്ട് എന്നെ വിളിച്ചു കൊണ്ടുവന്ന് ഫ്രണ്ടിൽ നിർത്തി. എന്നിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞു, നീയാണ് ഇതിന്റെ മെയിൻ, നീയാണ് ഈ പരിപാടി നടത്തുന്നത്, നീ പുറകിൽ നിൽക്കേണ്ടവനല്ല, മനസ്സിലായോ? നീ ഇവിടെ നിന്ന് ഇനി അനങ്ങിക്കഴിഞ്ഞ് നിന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കും, നീ മനസ്സിലായി. അങ്ങനെ എന്നെ അവിടെ പിടിച്ചു നിർത്തി. ആ കോൺഫിഡൻസിൽ ആണ് ഞാൻ ആ പരിപാടി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സീൻ ഉണ്ട്, ഇങ്ങനെ നടന്നു വരുന്ന ഡയലോഗ് പറഞ്ഞു, ഞാൻ അൽത്താഫ് പറയണം. അവിടെയും ഞാൻ ഇതേപോലെ തള്ളിക്കയറ്റം വന്നപ്പോൾ ഒന്ന് പുറകോട്ട് വലി. അവിടെ പുള്ളി ഒന്ന് ചൂടായി, നല്ലോണം ചൂടായി. ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, നീ പുറകോട്ട് വലിയരുത്, നീ ഇവിടെ നിൽക്ക്, നിന്റെ ക്യാരക്ടർ അതാണ്. അങ്ങനെ പിന്നെ ഞാൻ പുറകോട്ട് പോയിട്ട് പിന്നെ ആര് തള്ളിക്കയറി ഞാൻ ഇങ്ങനെ തള്ളിട്ടു. അങ്ങനെ തന്നെയാണ് മൊത്തം ചെയ്തത്. അതിൽ ശരിക്കും ഒരു സീനുണ്ട് കട്ടായി പോയത്, തല്ലണ സീനുണ്ട്. അതായത് അവിടെ ആ കോളേജിൽ ഒരു പരിപാടി അലമ്പാവണുണ്ടല്ലോ, പരിപാടി അലമ്പായി. പിന്നെ അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇവർ റെസ്റ്റോറന്റിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന വിറ്റുണ്ട്. ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് കോള് വരുന്നത്, എന്റെ ഉമ്മാന്റെ തേങ്ങാച്ചോറ് തിന്നാ ഞാൻ വരുന്ന പറഞ്ഞൊരു സീൻ. ആ സീൻ തുടങ്ങുന്നത് ശരിക്കും എൻ്റെ സീൻ എന്നായിരുന്നു. ഞാനിങ്ങനെ ഈ പുള്ളിക്കുള്ള പൈസയും, സെലിബ്രിറ്റി ആണല്ലോ, പൈസയും പുള്ളിന്റെ ലഗേജ് ഒക്കെ കൊണ്ടുവന്നിട്ട് പുള്ളി റിട്ടേൺ ടിക്കറ്റും പൈസ, പുള്ളി ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പം തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോകാനുള്ള ടിക്കറ്റും പരിപാടികളൊക്കെ കൊടുത്തിട്ട് അപ്പൊ ഈ പുള്ളി വരുന്നു, എന്നെ പിടിക്കുന്നു, ഡയലോഗ് പറയുന്നു, ഞാൻ ഡയലോഗ് പറയുന്നു, പിടിച്ച് കോളർ പിടിച്ച് എന്റെ മോന്തൊക്കെ ഒരു അടി അടിച്ചിട്ട്, അൽത്താഫെ ഇതിന്റെ രാജിക്കത്താണെന്ന് എന്റെ അമ്മോനോട് പോയി പറഞ്ഞേക്ക്. അതായത് അങ്ങനെയായിരുന്നു പുള്ളി തിരിച്ചു പോകണില്ല എന്നുള്ള തീരുമാനം എടുക്കുന്നത്. അപ്പൊ അത് ആ സീൻ നല്ലൊരു സീനായിരുന്നു. അത് കട്ടായി പോയി. അതെന്താ കട്ടായി പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോ ആ സീനിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു സീനായിരുന്നു. അല്ല, അന്ന് രസമുണ്ട്. അന്ന് ഈ അടിക്കാൻ നിൽക്കുമ്പോ ഓവർലേ പോരെന്ന് ചോദിച്ചു ടോവിച്ചേട്ടൻ. ചോദിച്ച് ഓവർലേ പോരെ, തല്ലണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോ ഈ മൂസിൻ പരാരി അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ വാങ്ങിക്കടാ, ടോവിന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയെന്ന് പറഞ്ഞോളൂ, എനിക്ക് അടിച്ചോട്ടെ, ഒറിജിനാലിറ്റി കിട്ടാൻ. അപ്പൊ ടോവി എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, പുള്ളിക്കാരൻ ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എപ്പോഴും ഓർമ്മ ഉണ്ട്. ഒരു ഡോക്ടറെ തല്ലി എന്നുള്ള ശാപം നമുക്ക് വാങ്ങാൻ പറ്റില്ല, ഓവർലേ മതി എന്ന് പുള്ളി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓവർലേ ചെയ്തിട്ട് കഴിഞ്ഞ ശേഷം അത് ആ സീൻ കട്ടായി പോയി. അത് ഞാൻ കട്ടായി പോയി ഞാൻ അറിയണത് തിയേറ്ററിൽ ഞാൻ പടം കാണാതിരിക്കും. അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഇപ്പൊ അതില്ലായിരുന്നു. പക്ഷെ അത് ഇല്ലാത്തത് ആ പടത്തിന്റെ ഒരു നോൺ ലീനിയാരിറ്റി ആയിരുന്നല്ലോ ആ പടം. അപ്പൊ അതിന്റെ ഒരു റിതത്തിൽ പോയതായിരിക്കും. പക്ഷെ നിങ്ങളുടെ മുക്കത്തെ നാട്ടുകാര് ഭയങ്കര സപ്പോർട്ടാണല്ലേ? കാരണം ഞാനിപ്പോ ഹൈലൈറ്റ്സ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൽ അവരൊക്കെ എഴുതിയിട്ടേക്കുന്നത് തന്നെ എന്താണ്, മാനന്തവാടി സ്കൂളിൽ പണ്ട് സ്റ്റേജ് കയറി സർട്ടിഫിക്കറ്റ് വാങ്ങി നിന്നവനാണ്, ഇന്നിപ്പതേ അവന്റെ ആദ്യത്തെ ഡെബ്യൂ പടം ഇറങ്ങാൻ പോകുന്നു. അങ്ങനെ ഒത്തിരി ഭയങ്കര പ്രൗഡായിട്ടാണ് ഓരോ ആളുകള് ഭാഷിത്തിനെ കുറിച്ച് എഴുതിയിട്ട് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സർക്കിളൊക്കെ എങ്ങനെയാ ഭാഷിത്തിന്റെ? അത് ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സക്സസിന്റെ ഏറ്റവും വലിയ മീറ്റർ ഒന്ന് ഈ പറഞ്ഞ പോലെ ഫോളോവേഴ്സ്, ടിക്ടോക്ക് മുതൽ ഇൻസ്റ്റാഗ്രാം മുതലുള്ള ഫോളോവേഴ്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ നാട്ടിലും വീട്ടിലും, ഞാൻ വയനാട്ടിലായിരുന്നു സ്കൂളിംഗ് ഒക്കെ. അപ്പം എൻ്റെ ചൈൽഡ്ഹുഡ് മൊത്തം വയനാട്ടിലാണ്, പ്രോപ്പർ കോഴിക്കോട് മുക്കമാണ്, പക്ഷെ ചൈൽഡ്ഹുഡ് ഒക്കെ. അപ്പൊ എനിക്ക് ഈ രണ്ടും എൻ്റെ നാടാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ഇടപഴകി ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പം
അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ലൈക്ക് ബോയ് നെക്സ്റ്റ് ഡോർ ആയിരുന്നു ഞാൻ പണ്ട് മുതലേ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പണ്ട് വായടക്കില്ലല്ലോ, ഇല്ല വായടക്കില്ല. അതെ, പിന്നെ ഈ ചേട്ടന്മാരൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഫുട്ബോൾ കളിച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പാട്ട് പാടിക്കും, മിമിക്രി ചെയ്യിക്കും. കളി കഴിഞ്ഞ് ഇവരിങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ചൈൽഡ്ഹുഡ് മൊത്തം. മിമിക്രി ചെയ്യിക്കുക, എന്നെ കൊണ്ട് പാട്ട് പാടിക്കുക, അങ്ങനെ ഇതൊക്കെ ചെയ്യിപ്പിച്ച്. അപ്പം ഇവർക്കൊക്കെ അങ്ങനെയുള്ള എന്നെ അറിയുള്ളൂ പണ്ട് മുതലേ. എന്നിട്ട് ഈ കുറെ ആൾക്കാർ അതിന് ശേഷം ഞാൻ വയനാട്ടിൽ നിന്ന് വന്ന് പിന്നെ കോഴിക്കോടായി, ബാംഗ്ലൂർ പഠിക്കാൻ പോയി, പിന്നെയാണല്ലോ ഈ സിനിമ ഒക്കെ വരുന്നത്. അവരാണ് ശരിക്കും ഈ ബുക്കത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഇതിങ്ങനെ കാണും, പണ്ട് നമുക്ക് ഇവിടെ പാട്ട് പാടി ജയിച്ചവൻ ഇവനാണാവുമ്പോ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എന്റെ കസിൻസിനോടൊക്കെ ഇവരൊക്കെ ഇങ്ങനെ പറയണം, അത് ഓനല്ലടാ നമ്മളെ പണ്ട് ദർസിലൊന്ന് പാട്ട് പാടിയവനല്ലോ, ഓനിപ്പോ സിനിമയിലെത്തില്ലേ. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ്. അതാണ് ശരിക്കും ആ ഒരു എനർജി ആൾക്കാർക്ക് ഈ ഇത് കണ്ടതുകൊണ്ടേ. പിന്നെ ഈ കൂടെ നിന്നപ്പം ബാംഗ്ലൂരൊക്കെ നിന്നപ്പോ ഇതറിയുന്നവരും ഇവൻ ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കാണ്, ജോലി ഇട്ട് വന്ന് ടിക്ടോക്ക് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, അങ്ങനത്തെ കുറെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഭയങ്കര അവരൊരു സക്സസ് ആയി തോന്നുന്നു. ഈവൻ ഫോളോവേഴ്സിൻ്റെതായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരാദ്യം ആന്റിസിപ്പേറ്റ് ചെയ്തു ഇയാൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. അപ്പൊ എത്തിയപ്പം ശരിക്കും ഇത് അവരൊരു സക്സസ് ആയിട്ട് അവർക്ക് തോന്നി. അതാണ് എൻ്റെ ഏറ്റവും വലിയ സക്സസ്. ഈ പണ്ടത്തെ ഭാഷ്യത്തിന്റെ ഏതെങ്കിലും ഒരു മോണാക്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? അത് വീഡിയോസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്, എന്നാലും ഞങ്ങൾക്ക് ലൈവായിട്ട് മിമിക്രി വേണമെങ്കിൽ ഞാൻ എല്ലാ സ്ഥലത്തും ചെയ്യണതാണ്. ജനാർദ്ദൻ സാറിന്റെ സൗണ്ട്. ആവശ്യമില്ലാത്ത പണിക്ക് പോട്ടാത് ഇപ്പൊ എത്തായി, എനിക്കിതൊന്ന് കട്ട നിൽക്കാ മേലെ, ഞാൻ എങ്ങോട്ടെങ്കിലും പോകുവാന്നേ. അടിപൊളി, നൈസ് നൈസ്, അടിപൊളി. അപ്പൊ ഇതൊക്കെയായിരുന്നു പണ്ട്. അപ്പൊ അതൊക്കെ കണ്ടത് കൊണ്ടാണ് ആളുകൾക്ക് എത്തിയതിൽ ഭയങ്കര സന്തോഷം തോന്നുന്നത്. അടിപൊളി. അഭിലാഷ് ചേട്ടന് ഞാൻ ഇതേപോലെ നൈറ്റ് ഡ്രൈവ് കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് മെസ്സേജ് ചെയ്യുന്നത്. നൈറ്റ് ഡ്രൈവ് കണ്ടിട്ട് ഞാനിങ്ങനെ അഭിലാഷ് ചേട്ടനോട് ഒരു പെർട്ടിക്കുലർലി സിനിമയിലുള്ള ഒരു സാധനം ഞാൻ ചോദിച്ചതാണ്. ഇത് അഭിലാഷ് ചേട്ടൻ എന്തായിരുന്നു ഉദ്ദേശിച്ചത്? എനിക്ക് പുള്ളിയെ പരിചയമൊന്നുമില്ലായിരുന്നു. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി അത് നീ നോട്ടീസ് ചെയ്തൂലേ, അത് ഇങ്ങനെയാണ് പരിപാടി ആയിരുന്നു എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ചേട്ടാ എൻ്റെ പേര് ഇങ്ങനെ ഭാഷിതെന്നാണ്. ഇവിടെ നിൻ്റെ വീഡിയോ 3-4 ഉണ്ടെങ്കിലും എൻ്റെ ഗാലറി കിടക്കുന്നുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻഡ് ആയത് നിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ്, ഗാലറിയിലുണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ബൂസ്റ്റായി. ഞാൻ ഈ ഓരോ സിനിമ എടുത്ത് ചോദിക്കുമ്പോൾ, കാരണം അത്രയും ചെയ്ത 4 സിനിമകളും അത്രയും നല്ല സിനിമകളായതുകൊണ്ടാണ് ഓരോ സിനിമകളുടെ മലയാള സിനിമയുടെ ഒരു ലക്കി ചാമാണ് ഞാനെന്നാണോ പാർവതി പറഞ്ഞു? ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെ ഹിറ്റാണ്. ചിലപ്പോൾ ഒരു 10, 20, 25 സിനിമയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇനി എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാം. ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ലല്ലോ. ഞാനിപ്പോൾ ഒരു അൽത്താഫും ഒരു ബഷീറും ഒരു റോണിയും ഒരു വസീമും 4 ക്യാരക്ടേഴ്സാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടിയാലും ഏത് ജോണറും എന്തും ചെയ്യാൻ ഇഷ്ടമാണ്. സിനിമ കിട്ടണം.